മണപ്പുറം ഗ്രൂപ്പ് സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപ തട്ടിയ കേസിൽ പ്രതിയായ ധന്യാമോഹന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. ആഡംബര കാറുകളും വീടും നിക്ഷേപങ്ങളും അടക്കമുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിലേക്ക് ധന്യയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. അശ്വതി കൃഷ്ണരാജ് മലപ്പാട് മണപ്പുറം ഗ്രൂപ്പിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന മണപ്പുറം ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജരും അതോടൊപ്പം തന്നെ IT ഹെഡുമായിരുന്ന ധന്യമോഹനാണ് ഈ 19.96 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ക്ഷമിക്കണം, 19.96 കോടിയുടെ തട്ടിപ്പ് നടത്തിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് EDയും ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്. 2 തവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന ധന്യമോഹൻ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഹാജരായിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയയായിരുന്നു. ഈ 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ തട്ടിപ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ള പണം അത് പിന്നീട് ഓൺലൈൻ ട്രേഡിങ്ങിനും റിയൽ എസ്റ്റേറ്റിലുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആഡംബര കാറുകളും ആഡംബര വീടുകളും ധന്യമോഹൻ ഈ പണം ഉപയോഗിച്ച് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് ED കടക്കുകയാണ്. അതായത് ധന്യമോഹന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനായിട്ടുള്ള നടപടികൾ ED അന്വേഷണ സംഘം സ്വീകരിക്കും. അതായത് ഈ ആഡംബര കാറുകളൊക്കെ തന്നെ കണ്ടുകെട്ടും. അതോടൊപ്പം തന്നെ വിവിധ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം കിട്ടാനായിട്ടുള്ള നടപടിയിലേക്കാണ് ED അന്വേഷണ സംഘം കടക്കുക. ധന്യമോഹന്റെ പേരിൽ മാത്രം 5ഓളം ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ തട്ടിയെടുത്ത പണത്തിൽ ഭൂരിഭാഗവും അത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള വിവരവും EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അത് ഫ്രീസ് ചെയ്ത് കണ്ടുകെട്ടാനായിട്ടുള്ള നടപടികളിലേക്കായിരിക്കും ED കടക്കുക. ഈ 18 വർഷം മണപ്പുറം ഗ്രൂപ്പിൽ ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ വിശ്വാസം ആർജിച്ചെടുത്തായിരുന്നു ധന്യമോഹൻ ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ളത്. നേരത്തെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് വിവരങ്ങൾ നൽകിയത്.